സർ, ഈ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ നമ്മുടെ നാട്ടുകാരനായ ഒരു മലയാളി കൊല്ലപ്പെടാൻ ഇടയായി. ഇന്ന് ഭൗതിക ശരീരം ഇവിടെ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിൽ വെക്കുന്നു. സാർ എവിടെ പോയിരുന്നു? എന്തായിരുന്നു? പോയിരുന്നു. ഞങ്ങള് ഇപ്പോൾ ഈ രാമേന്ദ്രൻ താമസിക്കുന്നതെന്ന് പറയുന്നത് ഇവിടെ മങ്ങാട്ട് റോഡെന്ന് പറയും. ഈ മങ്ങാട്ട് റോഡെന്ന് പറയുന്നത് ഈ ഇവിടുന്ന് ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിൽ നിന്ന് ഈ കണ്ണത്തോടത്ത് റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു 100 മീറ്റർ അപ്പുറത്ത് മാറിയാണ്. അപ്പം അദ്ദേഹത്തിന് എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ഒരാളിനെ അറിയാം. ഏതായാലും അദ്ദേഹം ഇതുപോലെ കൊല്ലപ്പെട്ടു. ഗൾഫിലായിരുന്നു നേരത്തെ, ഈ നല്ല കാലത്തെല്ലാം ഗൾഫിലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഗൾഫിലെ ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർമെൻറ്റ് ലൈഫാണ്. അപ്പോൾ കുടുംബാംഗങ്ങളോടൊപ്പം പഹൽഗാമിൽ പോയതാണ്. ഇപ്പം ഇന്ന് ഇവിടെ ഞങ്ങൾ ഈ കണ്ണന്തോടത്ത് റോഡ് റെസിഡൻസ് അസോസിയേഷൻ, അപ്പോൾ അതിൻ്റെ പ്രസിഡന്റും ഞാനും കൂടെ പോയി റീത്ത് വെച്ച് ഞങ്ങളെല്ലാം കൂടെ, അതുപോലെ തന്നെ അവിടെ ഞങ്ങളുടെ ഒരു വനിതാ നേതാവുണ്ട് മിനി, ഞങ്ങളെല്ലാം കൂടെ പോയി ഇവിടുന്ന് എല്ലാവരും കൂടെ ഒരു ജാഥയായിട്ട് തന്നെ പോയി അവിടെ റീത്താക്കി വെച്ചു. അത് അവിടുത്തെ പ്രത്യേകത എന്ന് കാണേണ്ടതാണ്. ഈ രാമേന്ദ്രനെ അറിയാവുന്ന ആളുകളൊന്നും അല്ല വന്നേക്കുന്നത്. ഇവിടെ നാനാ ഭാഗത്ത് നിന്നും, അതായത് എറണാകുളത്ത് നിന്ന്, എറണാകുളം മാത്രമല്ല വളരെ ദൂരെ നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ട്. അവിടെ ഒരു ജനസമുദ്രമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി എന്തെന്നറിയുമോ, ഈ ഭീകരവാദത്തിനോട് എതിരെയുള്ള നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു ജനകീയ പ്രതിരോധം, അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ജനങ്ങളുടെ ഇത്രയും കൂട്ടായ്മ, ജനങ്ങളിങ്ങനെ വന്നേക്കാണ്. അത് അവിടെ ജാതിയും മതവും അതൊന്നും ഇല്ല. ആ രീതിയിൽ ജനങ്ങൾ ഒന്നാണ് കേട്ടോ. കാരണം എല്ലാവരും ഇന്ത്യക്കാരാണെന്നുള്ളൊരു ബോധം, ഇന്ത്യക്കാര് ഇന്ത്യക്ക് വേണ്ടി ഉള്ള ഒരു ജനകീയ പ്രതിരോധം, അതാണ് ഇപ്പോൾ രാമേന്ദ്രനെ ഇവിടെ നമ്മൾ ഈ ഭൗതിക ശരീരം കൊണ്ടുവന്നപ്പോൾ കണ്ടത്. അതിന് ആദരാഞ്ജലി അർപ്പിക്കാനായിട്ട് ധാരാളം ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് വന്നുകൂടി. വലിയ നേതാക്കൾ ഒരുപാടുണ്ട്, വലിയ വലിയ ഉദ്യോഗസ്ഥരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. പിന്നെ അതുകൂടാതെ ഗവർണർമാർ 2 പേര്, അതായത് ഈ നമ്മുടെ ഇവിടുത്തെ ഗവർണർ ആർലേക്കർ അദ്ദേഹവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗോവ ഗവർണർ ശ്രീ ശ്രീധരൻ പിള്ള ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ മന്ത്രിമാരോ ആരൊക്കെ, ബാക്കി ആരൊക്കെയാണെന്നൊന്നും ഞാൻ കണ്ടില്ല. ഇവിടെ നമ്മുടെ MP ഹൈബി ഈഡന്റെ നേതൃത്വത്തിലുള്ള ഒരുപാട് ജനപ്രതിനിധികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നാടിൻ്റെ ഒരു വലിയ വികാരമായിട്ട് ആളുകൾ എടുത്തെന്നുള്ളതാണ്. അപ്പം യഥാർത്ഥത്തിൽ അദ്ദേഹം സൈനികനൊന്നുമല്ല, സാധാരണ പട്ടാളക്കാരൻ ഒരാൾ ഇരിക്കുമ്പോഴാണ് ഇതേപോലുള്ള ഒരു ആദരം കൊടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു നിരപരാധി ഇതുപോലെ തന്നെ ക്രൂശിക്കപ്പെട്ടതാണ്. ഒന്നുമല്ല, കാരണം അത് ആരെന്ന് അറിയാൻ വയ്യാതെ ഉമ്മാര് വെടിവെച്ച് കൊല്ലല്ലേ. എന്നിട്ട് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ടും ഒരു മത ധ്രുവീകരണം കൂടെ അവിടെ ഉണ്ടാക്കണം. മാത്രമല്ല കാശ്മീർ എന്ന് പറയുന്ന നാട് നശിപ്പിക്കണം. കാരണം അവിടെ ആകെ വരുമാനമുള്ളത് ഈ 4-5 മാസം കിട്ടുന്ന ടൂറിസ്റ്റ് സീസണാണ്. ആ പാവങ്ങൾക്ക് ജീവിക്കാൻ അതില്ലാതാകണം. അതിനുവേണ്ടി ചെയ്ത ഒരു കാര്യമാണ്, അല്ലാതെ വേറൊന്നുമല്ല ഈ ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഓരോ ഇന്ത്യക്കാരനും വളരെയേറെ വിഷമം ഉണ്ടാക്കിയ, അല്ലെങ്കിൽ മനസ്സിനെ വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ ഭീകരാക്രമണം. ഇപ്പൊ അതിനുള്ള ഒരു പുതിയ വാർത്തകൾ വരുന്നതെന്ന് വെച്ചാൽ പുതിയ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പുതിയ സംഭവങ്ങൾ വരുന്നു. അതിനെക്കുറിച്ച് വലിയ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കും, അതിന് സംശയമൊന്നുമില്ല. കാരണം ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് അതിൻ്റെ കഴിവും കരുത്തുമുണ്ട്, അതൊരു സംശയമില്ല. കാരണം ഇപ്പോൾ തന്നെ എടുത്തേക്കുന്ന തീരുമാനങ്ങളെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ പാകിസ്ഥാനെ അടിമുടി തകർക്കാവുന്ന തീരുമാനങ്ങളാണ്. കാരണം സിന്ധു നദീ ജല കരാറ് അത് റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ 1960 കരാർ 65 വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ്. അന്ന് മുതൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക 3 നദികളിലെ ജലം ഇന്ത്യ അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. അപ്പൊ അത് ഇന്ത്യ വെച്ച് തടഞ്ഞാൽ, അത് തടയാൻ അത്ര എളുപ്പമില്ല, തടയാൻ പറ്റും. പക്ഷെ അണക്കെട്ടൊക്കെ ഇനി കെട്ടണമെന്നായിട്ട് വരും. അതൊക്കെ എന്താ, അണക്കെട്ടൊക്കെ എത്ര പെട്ടെന്ന് നടക്കും, അത് തടയുകയും ചെയ്യും. തടഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ കിഴക്കൻ മേഖല, പഞ്ചാബ് പ്രവിശ്യ, അവിടെയൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അവിടെ യഥാർത്ഥത്തിൽ കൃഷി എന്തെങ്കിലും നടക്കണമെങ്കിൽ ഇപ്പോൾ ഇന്ത്യ വിചാരിക്കണം. ഈ കരാർ റദ്ദാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അന്താരാഷ്ട്ര കരാറാണെങ്കിൽ പോലും ആണ്, പക്ഷെ അത് മനുഷ്യാവകാശ ലംഘനം എന്നൊക്കെ പറയും. പക്ഷെ അതിലെനിക്ക് വലിയ വിശ്വാസമില്ല. കാരണം അവിടെ ഉള്ളവന്മാർക്ക് മാത്രമല്ലല്ലോ മനുഷ്യാവകാശം വേണ്ടത്, നമ്മുടെ നാട്ടുകാർക്ക് മനുഷ്യാവകാശം വേണ്ടേ. ഇവിടെ ഇപ്പോൾ ഈ രാമേന്ദ്രൻ ദാരുണമായിട്ട് കൊല്ലപ്പെട്ടു. രാമേന്ദ്രന്റെ നെഞ്ചിലേറ്റ വെടിയുണ്ടല്ലോ, ഇവിടെ ഓരോ ഭാരതീയന്റെയും നെഞ്ചിലേറ്റ വെടിയാണ്, ഇന്ത്യയുടെ നെഞ്ചിലേറ്റ വെടിയാണ് എന്ന് വേണം നമ്മൾ കരുതാൻ.
അതുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ ഒഴുകുന്നത്. പിന്നെ ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനങ്ങളിൽ വളരെ പ്രസക്തമായ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താണെന്നറിയോ, ഇനി വെടിനിർത്തൽ കരാർ പോലും ഇന്ത്യ ലംഘിക്കാൻ പോവാണ്. കാരണം ഇനി അതിർത്തിയിലൊക്കെ ഇപ്പോ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും ഇപ്പൊ പാകിസ്ഥാൻ ചെയ്തേക്കുന്നവര് ഈ അതിർത്തിയുടെ ഭാഗത്തു നിന്നൊക്കെ ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ട്. അവന്മാർക്കറിയാം അടി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ചെയ്തേക്കുന്നത് കാശ്മീരിൽ സാധാരണഗതിയിൽ ആളുകളുടെ വീട് തകർക്കുക എന്നുള്ളതിന് ഞാനെതിരാണ്. അങ്ങനെയുള്ള ആളുകളുടെ അത് കാരണം എന്താ, അത് മതവൈരാഗ്യം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതങ്ങനല്ല. ഇത് ഭീകരവാദികൾ, അവന് ജാതി മതമൊന്നുമില്ല. അവന് മുസ്ലിം പേരുണ്ടെന്നിരിക്കട്ടെ, അവൻ മുസ്ലിം ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അവൻ മുസ്ലിം ഒന്നുമല്ല. കാരണം മുസ്ലിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് യഥാർത്ഥ മുസ്ലിം അല്ല അവൻ. അങ്ങനെയുള്ളപ്പോ അവന്മാരുടെ രണ്ടുപേരെ ഇതിൽപ്പെട്ടേക്കുന്ന കാശ്മീരികൾ, അവരെ കാശ്മീരികളെന്ന് പറയാൻ ഒക്കത്തില്ല. കാരണം അവന്മാര് കാശ്മീരിൽ നിന്ന് പാകിസ്ഥാനിൽ പോയി വളരെ ലോങ് ട്രെയിനിങ് അവർക്ക് കിട്ടിയതാണ്. ഒരുത്തൻ ഒരു അധ്യാപകനായിട്ട് ഗവൺമെന്റ് സ്കൂളിലൊക്കെ ജോലി ചെയ്തവനാണ് ഒരുത്തൻ. പക്ഷേ അതായത് കാലക്രമേണ അത് ഉപേക്ഷിച്ചിട്ടങ്ങ് പാകിസ്ഥാനിൽ പോയി. അവിടെ ചെന്ന് ലഷ്കർ-ഇ തൊയ്ബയുമായിട്ട് ചേർന്ന് അവിടുന്ന് വളരെ വലിയ ട്രെയിനിങ്ങും ഒക്കെ കിട്ടി റെഡിയായി വന്നേക്കാണ്. അവന്റെ ട്രെയിനിങ് ഇപ്പൊ നമുക്ക് കാണാം. അവന്മാര് രണ്ടുപേരുടെ വീടുണ്ടല്ലോ, ഇത് ബുൾഡോസർ വെച്ചല്ല വെറുതെ, അത് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർത്തതാണ്. തകർക്കണം. കാരണം ഇങ്ങനെയുള്ളവന്മാര് വേണ്ട. ഇതിലിപ്പം ഇന്ത്യ കുറച്ച് തീരുമാനങ്ങൾ എടുത്തു, നയതന്ത്ര തീരുമാനങ്ങൾ എടുത്തു. അതിനെതിരെ പാകിസ്ഥാൻ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ഒരു കുറച്ച് കാര്യങ്ങൾ തീരുമാനങ്ങൾ, സിംല കരാർ വിമാനങ്ങൾ പകർത്താനുള്ള അതിർത്തി നിയന്ത്രണങ്ങൾ അവർ ഏർപ്പെടുത്തുന്നു. അത് നമുക്ക് വലിയ ഒരു പ്രത്യാഘാതമൊന്നുമില്ല. ഇപ്പം വിമാനം അതിനെ പറക്കാൻ ഒക്കാത്തത് കൊണ്ട് ഉള്ള ചെറിയ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് വിമാനത്തിന്റെ റൂട്ട് മാറി പറക്കണ്ടായിട്ട് വരുമ്പോൾ ചിലപ്പോൾ വിമാന റേറ്റിലേക്ക് ചിലപ്പോൾ അല്പം കൂടാതിരിക്കാൻ വ്യത്യാസം വരും. ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായി. കാരണം കഴിഞ്ഞ കാർഗിൽ യുദ്ധം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് യുവന്മാർ ആ സമയത്ത് ഇതേപോലെ അന്താരാഷ്ട്ര മേഖല വിമാനത്തിന്റെ പറക്കാനുള്ളത് അടച്ചു കഴിഞ്ഞു. അവരുടെ വ്യോമയാന പാത അടച്ചു. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയെ വലുതായിട്ടും ചെയ്യാൻ ഒക്കത്തില്ല. ഇന്ത്യക്ക് ആ പാത അല്ലെങ്കിൽ വേറെ പാതയുണ്ട്, അതൊക്കെ അവർ പറഞ്ഞോളൂ. പിന്നെ അടുത്തത് ഇവന്മാര് സിംല കരാർ ലംഘിക്കുക എന്നാ പറഞ്ഞത്. സിംല കരാർ എന്ന് പറയുന്നത് സിംല ചോദിച്ചുകൊണ്ട കരാർ, ആ കരാർ അനുസരിച്ച് ആകെ ഉള്ള പ്രശ്നം അതിർത്തി രേഖകളില് കേട്ടോ ഈ വെടിനിർത്തലും ഒക്കെയാണ്. അത് അതിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അത് ലംഘിക്കത്തില്ല എന്നൊക്കെയുള്ള കരാറാണ്. ലംഘിക്കാൻ ഇന്ത്യ പണ്ടാടക്കാരെ നോക്കിക്കോളും അവന്മാരെ അതിർത്തി ലംഘിച്ചാൽ. ഇനി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് ഇന്ത്യക്കാരെ അവരുടെ അതിർത്തി ലംഘിക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ അതിനെ അവന്മാരെ അത് നോക്കിക്കോട്ടെ. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവന്മാരെ അതിർത്തി ലംഘിക്കാതിരിക്കാൻ മാത്രം അവർ നോക്കിയാൽ മതി. പിന്നെ അവര് വാഗാ ബോർഡർ, ഈ വാഗ എന്ന് പറയുന്നത് നമ്മുടെ അട്ടാരി എന്നും പറയും, അപ്പുറത്തെ വാഗാ ബോർഡർ നമ്മൾ രണ്ടും ഒന്നാണ്. ഈ ഞാൻ പല പ്രാവശ്യം പോയിട്ടുള്ളതാണ്. എനിക്ക് വലിയ വികാരമായിരുന്നു അവിടെ ഈ നമ്മുടെ അട്ടാരി അവിടെ ചെല്ലാൻ. പക്ഷെ അത് ഇപ്പോ ഇനി വേണ്ട, ചരക്ക് നീക്കമൊക്കെ അങ്ങോട്ട് കുറയും. പാകിസ്ഥാനിലാണ് നമ്മളെ കൊണ്ട് ഒരുപാട് ആവശ്യം, അല്ലാതെ പാകിസ്ഥാനികളെ കൊണ്ട് നമുക്കല്ല ഒരുപാട് ആവശ്യം. അതൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി ഇവന്മാര് ഈ ബഹളം ഉണ്ടാക്കുന്നതിന്. ഇപ്പൊ അതിന് പകരം അവിടെ വെടിനിർത്തലൊക്കെ ലംഘിച്ചിട്ട് വേറെ അവന്മാർ പ്രകോപനം തുടങ്ങിയിട്ടുണ്ട്. ബോധമില്ലാത്തവന്മാരാണ്, അതാ കാര്യം. കാരണം ഒന്നാമത് അവിടെ പട്ടിണി അവിടെ ഒന്നുമില്ല, അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല ആവശ്യത്തിന്, അവിടെ ഡീസലും പെട്രോളും ഒന്നും ആവശ്യമില്ല, അവശ്യ സാധനങ്ങൾ പോലും ഇല്ല. അത് പലതും നമ്മുടെ രാജ്യത്ത് നിന്ന് പോകണം, വിലയ്ക്കായിരിക്കാം, പക്ഷേ എന്നാലും അങ്ങോട്ട് കിട്ടണ്ടേ. അപ്പൊ ആ രീതിയിൽ യുവന്മാര് നമ്മളെ തിരിച്ചടിക്കുന്നതിന്റെ ഒക്കെ 10 മടങ്ങ് വലിപ്പമായിരിക്കും നമ്മളെ തിരിച്ചടിക്കാൻ തുടങ്ങിയാൽ. അതാണ് കാര്യം. പിന്നെ ഇവരുടെ കയ്യിൽ ഈ ആണവായുധം ഉണ്ടെന്നുള്ള ഒരു അഹങ്കാരമാണ്. അതൊന്നും എടുത്തു വെച്ചാൽ അങ്ങനെ പ്രയോഗിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ വിചാരിക്കുന്നതിനുള്ള കാര്യങ്ങളൊന്നും അതൊന്നും കാണത്തില്ല. അതിന്റെയൊക്കെ എത്രയോ മടങ്ങ് നമുക്ക് ഇന്ത്യയിൽ ശേഖരം കാണും. അവനത് ആലോചിക്കുന്നതിന് മുമ്പ് അവിടെ തകർന്നിരിക്കും. അതുപോലെ തന്നെയാണ് ഇന്നലെ ഒരു സംഭവം ഉണ്ടായെന്ന് പറയുന്നത്. അവരവിടെ യുദ്ധത്തിന് സമാനമായ സാഹചര്യം എന്നൊക്കെ പറയുന്നു, അതിന്റെ കൂടെ സൈന്യത്തെ ഒരുക്കി നിർത്തുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇവിടെ ഇന്ത്യ വ്യോമ പരീക്ഷണങ്ങൾ നടത്തി കഴിഞ്ഞു. അതാണ് മിസൈൽ പരീക്ഷണം കപ്പലിൽ നിന്ന്. അത് ഇന്ത്യക്ക് ഉള്ള ഇതെന്ന് വെച്ച് നോക്കുമ്പോ അവരുടെ ഒന്നുമില്ല. അവർക്ക് പണ്ട് അമേരിക്ക കൊടുത്തിരുന്ന കുറെ ആയുധങ്ങളൊക്കെ ഉണ്ട്, അതേ ഉള്ളൂ. ഇതല്ലാതെ വേറെ ഇപ്പൊ ചൈനയിൽ നിന്ന് കുറെ സപ്ലൈ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അവരാരും ഈ കാര്യത്തിന് സഹായിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അവരുടെ എല്ലാവരുടെയും മനുഷ്യന്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവമല്ലേ. നിരപരാധികളായ ടൂറിസ്റ്റുകളെ ഒരു 26 പേരുടെ മരണമാണ്. ഞാൻ 29 നേരത്തെ കരുതിയിരുന്നു, പക്ഷേ 26 പേരെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. അത് ഒരു വലിയ നേട്ടം കാര്യം. കാരണം അത്രയും ഒരു 3 പേരെങ്കിലും കൂടെ രക്ഷപ്പെട്ടല്ലോ. വളരെ വളരെ അതായത് ഇത്രത്തോളം ക്രൂരമായിട്ട്
കണ്ണിച്ചോരയില്ലാതെ ചെയ്യാൻ ഇവന്മാർക്കല്ലാതെ വേറെ ആർക്കും ഒക്കത്തില്ല കേട്ടോ. ഇതൊന്നും മനുഷ്യനൊന്നും അല്ല, ഇവന്മാർക്ക് മതവും ജാതിയൊന്നുമില്ല. നിലവിലൊരു സമാനമായ സാഹചര്യമാണോ എന്താണ്? ഉണ്ടുണ്ട്, അതിന് സംശയമൊന്നുമില്ല. കാരണം ഇതിന് സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യ ഇത് തിരിച്ചടിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. അത് ഉറപ്പാണ്, അത് അവന്മാർക്കറിയാം. അതുകൊണ്ടാണല്ലോ ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് ഇന്ന് വരെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇതുവരെ ഇതിനെ തള്ളിപ്പറഞ്ഞില്ല. അപ്പൊ അവിടുത്തെ ഒരു ക്രിക്കറ്റ് പ്ലെയർ കേട്ടോ, ഡാനിഷ് കനേരിയ എന്ന് പറയുന്ന ഒരു സ്പിന്നർ, അയാൾ പറഞ്ഞല്ലോ നിങ്ങളിത് തള്ളിപ്പറയാറുന്ന എന്താണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ചെയ്തേക്കുന്നത് എന്ന് അയാള് അവിടെ പാകിസ്ഥാനിലുള്ള 2 ക്രിക്കറ്റ് പ്ലേയേഴ്സ് വരെ അത് പറഞ്ഞു. പ്രസ്ഥാനമുണ്ട്. അപ്പൊ പാകിസ്ഥാനിൽ മനുഷ്യരുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അവര് അവിടെ അതിന് റിട്ടാലിയേറ്റ് ചെയ്യുന്ന അവർ പറയുന്നുണ്ട് ഇത്. കാരണം അവർക്കും കിടന്നുറങ്ങണ്ടേ. ഈ മിസൈലിൽ ചെന്ന് വീണാലേ ഇത് ആരുടെ ദേഹത്താ വീണ് നിന്നൊന്നുമില്ലല്ലോ. എല്ലാരും ഈ പാകിസ്ഥാനികളെന്ന് പറയുന്നവരൊന്നും കുഴപ്പക്കാരൊന്നും അല്ല, അതിന് കൊള്ളാവുന്നവരുണ്ട്. പക്ഷേ അവിടെ ഈ ഭീകരവാദം വെച്ച് പുലർത്തുന്ന ആളുകള്, കാരണം ISI അവരുടെ ആ ട്രെയിനിങ് കേട്ടോ, അവർക്ക് ഇതില്ലാതെ ആ രാജ്യത്ത് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. അവിടെ ഭരണം പിടിച്ചു നിർത്തണമെങ്കിൽ അവിടെ മിലിറ്ററിയുടെ സഹായം വേണം. മിലിറ്ററിയാണ് അവിടെ കാര്യം തീരുമാനിക്കുന്നത്. അല്ലാതെ ഈ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്ന നോക്കൂത്തി അവിടെ ഒന്നുമില്ല. നമ്മുടെ പ്രധാനമന്ത്രിയുടെ പവറൊന്നും അവിടുത്തെ പ്രധാനമന്ത്രിക്കില്ല. കാരണം അത് മിലിറ്ററി പറയുന്നത് കേട്ടോണം. അവരാണ് ഓൾ ഇൻ ആള്, പട്ടാള ഭരണമാണ് അവിടെ. അതാ കാര്യം. അവന്മാർക്ക് ബോധവും വിവരമൊന്നും ഇല്ലല്ലോ. അവന്മാർക്ക് ഇത് പിടിച്ചു നിർത്തണമെങ്കിൽ ഇന്ത്യ ഒരു 4 അടി അടിച്ചാൽ 6 അടി ആരെങ്കിലും ഇടക്ക് കയറി. ഇനിയിപ്പോ അത് നടക്കത്തില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞേ, ഈ POK എന്ന് പറയുന്ന ഒരു സാധനം ഇനി വേണ്ട യഥാർത്ഥത്തിൽ. അത് അതേപോലെ പിടിച്ചെടുക്കണം. കാരണം അത് കാശ്മീരിന്റെ ഭാഗം തന്നെയല്ലേ. കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗവും. അപ്പൊ ഇന്ത്യയുടേതാണ് ഈ POK എന്ന് പറയുന്നത്. അതിന് അധിനിവേശമാണ് അവന്മാർ അനാവശ്യമായിട്ട് കൈവശം വെച്ചേക്കുന്നത്. അവിടുത്തെ ആളുകൾ പട്ടിണി അവർക്കൊന്നും കൊടുക്കത്തില്ല. അവർ മുഴുവൻ യഥാർത്ഥത്തിൽ അവിടെ ഉപയോഗിക്കുന്ന ആ സ്ഥലം ഉപയോഗിക്കുന്ന എന്തിനെന്നറിയോ, ഈ ഭീകരർക്ക് ട്രെയിനിങ് കൊടുക്കാനാണ് യവന്മാര്. അതാ ചെയ്യുന്നത്. പാകിസ്ഥാനിനകത്ത് അത് ഉപയോഗിക്കുന്നില്ല. ഈ POKയിൽ വെച്ചാണ് ഈ പണികളെല്ലാം നടത്തുന്നത്. ഇതിപ്പോ ഈ വീടൊക്കെ കത്തിക്കപ്പെട്ടവരൊക്കെ ഇല്ലേ, അവരൊക്കെ POKയിലായിരുന്നു പോയി ട്രെയിനിങ് മുഴുവൻ. അവരെ പാകിസ്ഥാനികളെന്ന് അവിടെ ഉള്ളവരെ വിളിക്കാൻ ഒക്കത്തില്ല. കാരണം എന്തെന്നറിയാം, ഇന്ത്യയുടെ ഭാഗം അത് പാകിസ്ഥാനികളൊന്നും അല്ല. അത് അവര് പാകിസ്ഥാൻ ഓക്യുപ്പൈ ചെയ്തേക്കുന്നുള്ളൂ, അല്ലാതെ വേറെ കാര്യമില്ല. അപ്പൊ ഈ ഇന്ത്യ പാക് പ്രശ്നത്തിനിടയിൽ മറ്റ് ലോകരാജ്യങ്ങൾ ഇടപെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? എങ്ങനെയാണത്? യഥാർത്ഥത്തില് ഞാൻ വിചാരിച്ച പാകിസ്ഥാന്റെ പക്ഷത്ത് ചൈനയൊക്കെ പോയി നിൽക്കുന്നതാണ്. പക്ഷേ നിൽക്കത്തില്ല. കാരണം ഇത് നിൽക്കാൻ പറ്റത്തില്ല അവർക്ക്. അതിന്റെ കാരണം അന്താരാഷ്ട്ര സമൂഹം മുഴുവൻ ഇതിനെ എതിർത്തേക്കാണ്, പറഞ്ഞ് അപലപിച്ചേക്കാണ്. അങ്ങനെ ഉള്ളപ്പോ ചൈനയ്ക്ക് ഒറ്റയ്ക്ക് കയറി നിന്ന് പാകിസ്ഥാൻ എല്ലാം സഹായം ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ കാര്യത്തിന്, ഈ വൃത്തികേടിന് അവർക്ക് കൂട്ടു നിൽക്കാൻ പറ്റത്തില്ല. അവർ നല്ല ആളുകളൊന്നും അല്ല ഞാൻ പറയുന്നത്, പക്ഷേ പറ്റത്തില്ല. അമേരിക്ക ഒരു കാരണവശാലും നിൽക്കത്തില്ല ഈ കാര്യത്തിൽ. കാരണം അത് ഇന്ത്യയോടുള്ള ബന്ധമാണ് അവർക്ക് പ്രധാനം, അല്ലാതെ പാകിസ്ഥാനോടുള്ള ബന്ധമല്ല. ഇനി അതുകൊണ്ട് വരാൻ പോകുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല അടി പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരിക്കണം. അത് ഇവര് ഈ സമയത്ത് ഇന്നും നാളെയൊന്നും ചെയ്യുന്നുള്ളതല്ല. അവരിന്ന് വളരെ ജാഗരൂകരായിരുന്നു. ഇപ്പോൾ അവര് പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് ഇത് കിട്ടാൻ പോകുന്നത്. അത് ഉറപ്പാണ്. ഇതിന്റെ സമ്മാനം അമ്മമാർക്ക് കിട്ടിയിരിക്കും, ഒരു സംശയം. ഈ ചൈനയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ചൈന കുറച്ചുകൂടി ഇന്ത്യയായിട്ട് ഒന്നുകൂടി അടുക്കുന്ന പോലെയാണ് നമ്മൾ തോന്നുന്നത്. ഉണ്ട്. കാരണം എന്താണെന്നറിയാം, ഇപ്പൊ അതിനകത്ത് ട്രംപിന്റെ ഇഷ്യൂസ് ഒക്കെ. അതെ, അമേരിക്കയിലെ പുതിയ ഭരണകൂടം ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ചൈനയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നു. കാരണം ചൈന ഒരു ശത്രു എന്നുള്ള രീതിയിൽ അവര് കണക്കാക്കിയാണ് അതിനെതിരെ അവർ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോ അവർക്ക് ആ സഹായത്തിന്, മെയിനായിട്ടുള്ള ഒരു സഹായത്തിന് ഏഷ്യ എന്നുള്ളത് ഇന്ത്യയാണ്. കാരണം മാത്രമല്ല വ്യാപാര ബന്ധം, ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു വലിയ വിപണിയാണ് ഇന്ത്യ. അവർക്ക് അതുകൊണ്ട് ഇന്ത്യയെ അങ്ങനെ കളയാൻ പറ്റത്തില്ല. പാകിസ്ഥാനിൽ അത് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്നതാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ധാരാളം ഇവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ചൈനയ്ക്ക് ഇന്ത്യയോടിപ്പോ നേരത്തെ ഉള്ള ഒരു ശത്രുതാ മനോഭാവത്തിൽ നിന്ന് അതൊന്ന് വിട്ടുവരുന്നു എന്നുള്ളത് ഉറപ്പാണ്. അതുകൂടെ ആകുമ്പോൾ അവർ പാകിസ്ഥാനിൽ നിന്ന് സഹായിക്കാനൊന്നും പോകത്തില്ല. ഇത് ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഈ പാകിസ്ഥാനെ ഇന്ത്യ കയറി ഇതുപോലെ അടിച്ചു കഴിഞ്ഞാൽ, കാരണം അത് നൊന്തവനല്ലേ തിരിച്ചടിക്കുന്നുള്ളൂ, ഇന്ത്യക്ക് നൊന്താണ്. അപ്പൊ അത് തിരിച്ചടിക്കുന്നതിന് ഒരു തെറ്റുമില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടേ അന്താരാഷ്ട്ര സമൂഹത്തിന് വരുള്ളൂ. അതുകൊണ്ട് പാകിസ്ഥാന് നിൽക്കക്കള്ളി ഇല്ലാതെ പോകും. കാരണം അവർ ഈ കരാറിലെങ്കിൽ അവരങ്ങനെ ചെയ്തോളെ ഇങ്ങനെ ഈ നമ്മൾ നയതന്ത്രപ്രതിയുടെ വെളിയിലാണ്. അതിനുമുമ്പ് നമ്മൾ വിളിച്ചല്ലോ അവരെ തിരിച്ചു. അപ്പൊ അതൊന്നും പ്രശ്നമല്ല. അതുകൊണ്ട് ഇന്ത്യക്ക് ഇത് അവരുടെ ഇത് മൂലമൊന്നും ഇന്ത്യക്ക് പ്രശ്നമില്ല. വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ അവന്മാർ എപ്പോഴും ലംഘിക്കല്ലേ. അപ്പൊ സിംല കരാർ അവർ സ്ഥിരമായിട്ട് ലംഘിച്ചുകൊണ്ടിരിക്കുന്നതാണ്.
പക്ഷേ സിന്ധു നദീ ജല കരാറ് നമ്മൾ ലംഘിച്ചിട്ടില്ല. ഇപ്പൊ നമ്മളത് മരവിപ്പിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ കരാർ ഇപ്പൊ ഇനിയില്ല, പ്രാബല്യത്തിലില്ല. അതാവുമ്പോൾ വിവരം അറിയും, ആ നാട്ടില് വലിയ പ്രശ്നം ഉണ്ടാക്കി. ഇപ്പൊ തന്നെ അവിടുത്തെ ബലൂചിസ്ഥാനൊക്കെ അവർക്ക് എതിരെ മിലിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ടല്ലോ പഞ്ചാബൊക്കെ മിലിറ്റേറ്റ് ചെയ്യാൻ പോകും, കാരണം നീയൊക്കെ കാരണം ഞങ്ങൾക്ക് കുടിവെള്ളം ഇല്ലാതെ പോവാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം വരും. അവിടെ വലിയ അരക്ഷിതാവസ്ഥയും ബുദ്ധിമുട്ടും വരും. വരണം, കാരണം ഇങ്ങനെയുള്ളവന്മാർ വേണ്ട ഇവിടെ.